നമസ്കാരം. ട്രിവാൻഡ്രം വേസ്റ്റ് കേരളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കാർബറേറ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ എങ്കിലും എനിക്കറിയാവുന്നൊരു കാര്യം ഇവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു RX 135ൻ്റെ കാർബറേറ്ററാണ്. അപ്പോൾ മിക്കുനി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് RX 100, 135 തുടങ്ങിയ യമഹയുടെ എല്ലാ വണ്ടികൾക്കും കമ്പനി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ മേഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാത്ത കാർബറേറ്ററുകളും ഉണ്ട്. അപ്പോൾ മിക്കാർബ് ആണെങ്കിലാണ് ഇന്ത്യൻ ആവുന്നത്. മിക്കുനി എന്ന് പറയുന്നത് ജപ്പാൻ്റെ മാത്രം പ്രൊഡക്ഷനിലുള്ള കാർബുകളാണ്. പിന്നെ ഇന്ത്യയിൽ വന്നപ്പോൾ മിക്കുനിയുടെ യൂക്കാൽ കാർബും ഒക്കെ ആയി. അപ്പോൾ ഞാൻ വന്നത് ഇത് പറയാനല്ല. അപ്പോൾ ഞാൻ വന്നത് ഈ ഒരു കാർബറേറ്ററില്ലേ, അപ്പോൾ ഇതിൻ്റെ എയർ പാസേജുകളും ഒപ്പം തന്നെ ഫ്യൂൽ പാസേജുകളും ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാർബറേറ്ററിൻ്റെ ഈ ബോട്ടത്തിലുള്ള നമ്മുടെ ഫ്ലോട്ടിൻ്റെ കവറിന് ഞാൻ അഴിച്ചു മാറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കാർബറേറ്ററിൻ്റെ അകംവശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർബറേറ്ററിന് മൊത്തം 3 ചാനലുകളാണുള്ളത്. ഇതിൽ 3 ചാനലിൽ ഒന്നാമത്തെ ചാനൽ എന്ന് പറയുന്നത് ചോക്കിൻ്റെ ചാനലും, രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് ഐഡിയൽ RPMന് വേണ്ടിയുള്ള ചാനലും, മൂന്നാമത്തെ ചാനൽ എന്ന് പറയുന്നത് മെയിൻ ജെറ്റിന് അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിന് വേണ്ട ചാനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ആദ്യത്തെ ചാനലായ ചോക്കിൻ്റെ ചാനലാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചോക്കിൻ്റെ പൊസിഷൻ. ഇവിടെയാണ് നമ്മുടെ ചോക്ക് വരുന്നത്, ഈ ഹോളിനകത്ത്, ഇതിനുള്ളിൽ. ഓക്കെ, ഇതിനുള്ളിൽ ഞാൻ ഈ തള്ളകൾ കാണിക്കുന്ന ഭാഗത്തിനുള്ളിലാണ് ചോക്ക് വരുന്നത്. അപ്പോൾ ഈ ചോക്കിൻ്റെ അകം നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സെൻറ്ററിലുള്ള ഹോള് കാണുന്നുണ്ട്. ഓക്കെ, ആ ഹോള് ഇതുവഴി കണ്ടില്ലേ, ഈ ഹോള് ഇവിടെ നിന്ന് ഡ്രില്ല് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാനുഫാക്ചർ തന്നെ ഒരു ഹോള് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൂടെയുള്ള ഹോളിനെ നമ്മൾ വലുതാക്കണമല്ലോ. അപ്പോൾ അതിനിവിടെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റിനെ അവർ രണ്ടാമത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു നമ്മുടെ ബ്രാസിൻ്റെ ചെറിയൊരു ബോൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ, ആ സെൻറ്ററിലെ ഹോള് കണ്ടില്ലേ, ഇതുവഴി വന്ന് അതിൻ്റെ ചാനലാണ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇതുവഴി വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ എത്തിയിരിക്കുന്ന സാധനം ഇതിൻ്റെ അകത്തൂടെ വന്നിട്ട് ചരിഞ്ഞ് പോയിരിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത ഹോൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് ഡ്രില്ലിംഗ് ഹോൾ എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ അകത്തൂടെ പാസേജ് പോകുമ്പോൾ അതിന് ഡ്രില്ല് ചെയ്ത് ആ പാസേജ് ക്ലിയർ ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം ഈ കാസ്റ്റിംഗ് വഴിയാണ് അധികവും കാർബറേറ്ററുകളൊക്കെ പണ്ട് കാലത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബില്ലറ്റ്സ് വരുന്നുണ്ട്, പക്ഷേ കാസ്റ്റിംഗ് ആണ് മെയിനായിട്ടുള്ളൊരു പണ്ടത്തെ പരിപാടി. അപ്പോൾ കാസ്റ്റിംഗിൽ ഹോളുകൾ അടിക്കാൻ പാടാനാണ് ഇതുപോലുള്ള ചെറിയ ഡ്രില്ലിംഗ് ബിറ്റുകളുടെ ഹോളുകൾ വെച്ചിട്ട് അകം സൈഡിനെ പൊള്ളയാക്കിയിട്ട് അതുവഴി എയറിൻ്റെയോ ഫ്യൂലിൻ്റെയോ പാസേജുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ഹോളുണ്ട് കണ്ടോ. അത് വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ഈ ഭാഗത്തായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കാണുന്ന ബ്രാസിൻ്റെ ട്യൂബ് വഴി വെളി വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാർബറേറ്ററിൽ നമ്മൾ ഫ്ലോട്ടിനെ വെച്ച് അടയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഇത്രയും ഭാഗം കാർബറേറ്ററിൽ പെട്രോളിൽ മുങ്ങിക്കിടക്കും. കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കണ്ടോ, ഇത് മൂന്ന് സ്റ്റെപ്പാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്തിനുള്ള ചോക്കിനുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിൽ ജെറ്റിനുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ ജെറ്റിനുള്ളതാണ്. അപ്പം ഈ ബ്രാസ് ട്യൂബിൽ നമ്മൾ എന്താ കയറ്റി വിടുന്നത്? പെട്രോൾ. ചോക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പെട്രോൾ ഫുള്ളായിരിക്കും. പെട്രോളിൻ്റെ ലെവൽ താഴ്ന്നു കഴിഞ്ഞാൽ ചോക്ക് പ്രോപ്പറായി വർക്കാവില്ല. അതുകൊണ്ട് പെട്രോൾ ഓൺ ആക്കിയിട്ട് വേണം ചോക്ക് എപ്പോഴും വലിക്കാൻ വേണ്ടിയിട്ട്. അതാരും മറന്നു പോകണ്ട. ഓക്കെ, അപ്പോൾ ഇതുവഴി പെട്രോൾ കയറി ഈ ഹോൾ വഴി സെൻറ്ററിലെത്തും. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ചോക്ക് വലിക്കുമ്പോൾ പെട്രോൾ അധികം പോവും, എയർ പോവില്ല എന്നൊക്കെ നമുക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് അറിയില്ലായിരുന്നു അത് എന്താ സംഭവം. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ചോക്കിൻ്റെ ഈ ഒരു പാസേജ് വഴി ഫ്യൂല് കയറി ഇവിടെ എത്തും. പക്ഷേ ഇതെങ്ങനെ കയറി വരും? ആര് തള്ളിക്കയറ്റണം എന്നുണ്ടെങ്കിൽ എയറിൻ്റെ ഒരു വെലോസിറ്റി പോകണം, അല്ലെങ്കിൽ ഒരു സക്കിങ് എഫക്റ്റ് വരണം. അപ്പോൾ നമ്മുടെ ഇതാണ് എൻജിൻ സൈഡ്, ഇതാണ് എയർ ഫിൽറ്റർ സൈഡ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കിക്കർ ചവിട്ടുന്ന സമയത്ത് ഇതുവഴി എയറിൻ്റെ വെലോസിറ്റി കൂടും, ഈ ഒരു പാസേജ് വഴി. അപ്പോൾ ഈ ഒരു പാസേജ് വഴി എയറിൻ്റെ വെലോസിറ്റി കൂടുന്ന സമയത്ത് ഇവിടെ ഒരു ഹോൾ കാണുന്നുണ്ട്, ഈ ഒരു ഹോൾ. ഇതുവഴി ഈ സെൻറ്റർ വഴി എയർ പോകുന്ന വശത്ത് ഇതുവഴിയും എയർ കയറും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ എൻ്റെ ക്യാപ്പ് കൂടെ അഴിച്ചു. അപ്പോൾ ആ ഹോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ഹോൾ. ആ ഹോൾ ഇതുവഴി കയറി ദാണ്ട ഈ ഹോൾ വഴി ഇറങ്ങണ്ട. ഇവിടെ ഒരു ഹോൾ കാണുന്നുണ്ടോ, ഈ ഹോൾ വഴി ഇറങ്ങി ഇവിടെ വീണ്ടും വന്നു അടുത്തത്. അറിയാമായിരിക്കുമല്ലോ എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു കോപ്പറിൻ്റെ ബോൾ അറിയാമായിരിക്കും. അത് ഇറങ്ങി ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഇടതുവശത്തായിട്ട് കാണുന്ന ഹോളിലേക്ക് എത്തും. മനസ്സിലായോ? അതിനുശേഷം അതേ ഹോൾ ഇവിടെ എത്തും. അതായത് നമ്മളുടെ എയർ ഈ ഹോൾ വഴി കയറി. അപ്പോൾ നമ്മൾ ചോക്ക് വലിക്കുമ്പോൾ ഒരിക്കലും ത്രോട്ടിൽ കൊടുക്കല് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ ത്രോട്ടിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈഡ് മുകളിലേക്ക് പൊങ്ങിയിട്ട് ഈ ഹോളിനെ അടച്ചു കളയും. അതുണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ സ്ലൈഡ് എപ്പോഴും താഴ്ന്നിരിക്കണം. അപ്പോൾ സ്ലൈഡ് താഴ്ന്നിരിക്കുമ്പോൾ സ്ലൈഡിൻ്റെ താഴ്ന്നിരിക്കുന്നതിൻ്റെ മുകൾ വശത്തൂടെ എയർ കയറി ഇപ്പുറം വഴി ഇറങ്ങി. അപ്പോൾ ഇതുവഴി ഇറങ്ങി ഇതുവഴി പാസ് ചെയ്യും. അപ്പോൾ എയർ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഒരു കാർബറേറ്ററിൻ്റെ വർക്കിംഗ് അറിയാമല്ലോ, മിക്കുള്ളവർക്കും അറിയാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മളൊരു സ്ട്രോ മുകളിൽ വെച്ചിട്ട് നമ്മൾ സ്ട്രോ അതിനകത്തിട്ടതിന് ശേഷം നമ്മൾ ഈ സ്ട്രോയിൽ ഓടക്കുഴൽ ഊന്ന പോലെ ഊതി കഴിഞ്ഞാൽ ആ സ്ട്രോ വഴി ആ കുപ്പിക്കകത്ത വെള്ളം മുകളിലേക്ക് വന്ന് ആറ്റമൈസ്ഡ് ഫോമിൽ വെളിയിലേക്ക് പോകും. ആ ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സ്ട്രോയ്ക്ക് പകരം ഈ പൈപ്പിനെ ഈ ബ്രാസ് പൈപ്പിനെ കയറ്റിയിട്ടു. അകത്ത് വെള്ളം കിടക്കുവാണ്. ആ വെള്ളത്തിൽ ഈ സ്ട്രോ പോലെ ഈ സാധനത്തിന് ഇട്ടിട്ട് എയറിനെ എന്ത് ചെയ്തു? ഇതുവഴി കയറ്റി ഇതുവഴി കടത്തി വെലോസിറ്റി വഴി വിട്ടു.
അപ്പോൾ ഈ വെലോസിറ്റി കൊടുക്കുന്നവരാണ് എഞ്ചിനിൽ നിന്ന് വരുന്ന സെക്ഷൻ. അപ്പോൾ ഈ സെക്ഷൻ വരുമ്പോഴത്തേക്ക് ഈ പെട്രോൾ ഇതുവഴി കയറി ഇതുവഴി ഇവിടെ വരും. ഇവിടെ വരുമ്പോഴേ ചോക്കിൻ്റെ ഇപ്പുറ സൈഡ് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ഇതുവഴി എയർ ഫ്യൂൽ മിക്സ് ആയിട്ട് ഈ കാണുന്ന ഹോൾ വഴി, നമ്മുടെ എയർ വരുന്ന ഹോൾ വഴി കുറച്ച് എന്ത് വരും, പെട്രോളോടെ മിക്സ് ചെയ്ത് സെൻറ്ററിലേക്ക് വരും. അങ്ങനെയാണ് നമ്മുടെ എന്ത് വർക്കാവുന്നത്, ചോക്ക് വർക്കാവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഞാൻ ഇനി എങ്ങനെയാണ് ഐഡിൽ ജെറ്റ് എയറുമായിട്ട് മിക്സായി വർക്കാവുന്നതെന്നും മെയിൻ ജെറ്റ് എങ്ങനെയാണ് വർക്കാവുന്നതെന്നും ഞാൻ പറയാൻ ശ്രമിക്കാം.